ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികളെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റമാണിത്. നമ്മുടെ വീട്ടിൽ തൊലി കറുത്തുപോയ ഏത്തപ്പഴം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നേന്ത്രപ്പഴമാണ് കേട്ടോ. ഞാനൊരു 2 നേന്ത്രപ്പഴം താണ്ടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ തൊലി കറുത്തുപോയ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ കഴിക്കാതെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അധികം പഴുത്തുപോയ ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഞാൻ നല്ല നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇപ്പം ഞാനിത് ഇതേ രീതിയിലൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് കിട്ടും. ഇനി ഇത് ഇളക്കി ചേർക്കണം. ഇളക്കി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ കുറേശ്ശെയായിട്ട് ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ നെയ്യിലാണിത് വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. നെയ്യിൽ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 നേന്ത്രപ്പഴം നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നേന്ത്രപ്പഴം നമുക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ വേണം ഇത് തയ്യാറാക്കുന്നതിനായിട്ട്. ഇപ്പോൾ ദാണ്ട് ഇതെല്ലാം നല്ലതുപോലെ ഉടച്ച് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് പഞ്ചസാര ഒന്ന് ചൂടായി നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് ലൂസായിട്ട് വരും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് ലൂസായിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും. നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമാണോ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പഞ്ചസാര മാത്രം ചേർത്താൽ മതി. ലൂസായിട്ട് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഈ ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് തേങ്ങാ ചിരകിയത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇതിലേക്ക് തേങ്ങാ ചിരകിയത് ഇപ്പോൾ ചേർക്കുന്നില്ല, അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങാ ചിരകിയത് ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു ചെറിയ ബൗൾ നിറയെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഈ നേന്ത്രപ്പഴം വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഒരുപാട് അരിപ്പൊടി ചേർക്കാൻ പാടില്ല, കാരണം നമ്മൾ ഈ നേന്ത്രപ്പഴം കൊണ്ട് തന്നെ വേണം ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ എള്ളും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്തെടുക്കാം. നമ്മളിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മളിത് ബോൾസ് ആക്കി എടുത്ത് വെക്കുമ്പോഴേ ഇതിൻ്റെ മുകളിൽ എള്ളിരിക്കുമെന്ന് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എള്ള് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആവി കൊണ്ടത്ത് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അരിപ്പൊടിയൊക്കെ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈയൊന്ന് വാഷ് ചെയ്ത ശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. കൈ കഴുകിയ ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ വല്ലതും ഒന്ന് തടകിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്.
ഇപ്പോൾ ദാ നമ്മളിതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒരുപാട് വലുത് വേണ്ടതാ, ഈ ഒരു രീതിയിലൊന്ന് ബോൾസ് ആക്കി മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇതേ രീതിയിൽ ബോളുകളാക്കിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഈ പ്ലേറ്റിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണ്ട തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ചെറിയ പാത്രമില്ല നമ്മുടെ വീട്ടിലൊക്കെ കറികളൊക്കെ വിളമ്പുന്ന ആ ഒരു പാത്രം വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് വെച്ച് കൊടുത്തിട്ട് 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. ആദ്യത്തെ 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ മാവൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ഒരുപാട് വേവാൻ സമയമൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നേരം മാത്രം മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. കണ്ടില്ലേ, ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ബോൾസൊക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ആദ്യം ഇത് സ്റ്റിക്കി ആയിട്ടിരിക്കും. കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പം നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ എല്ലാം വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ഏത്തപ്പഴമൊക്കെ വീട്ടിൽ അധികം വരികയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട്. ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ മധുരവും ആ ഏലക്കയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. Thank you.